എങ്ങനെയാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഞ്ചാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഈജിപ്തിൽ പോകുമ്പോൾ ആണ്. എയർപോർട്ടിൽ ഇറങ്ങിയ തൊട്ടിട്ട് അവിടെ തിരിച്ചു വരുന്നത് വരെ ഒരു മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ഇന്ത്യക്കാർ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഗിസയിലെ പിരമിഡിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഞാൻ കാറിൽ സഞ്ചരിക്കുമ്പോൾ ആ ഡ്രൈവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഡ്രൈവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അറബി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കാർ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചത് അവിടുന്ന് ഗൂഗിൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിട്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു, അതുപോലെ കാർ ഡ്രൈവർ അറബിയിൽ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഗിസ പിരമിഡ് വരെ എത്തിയിട്ടുള്ളത്. അത് തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. എയർപോർട്ടിലെ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ട് അവിടുത്തെ ഒരൊറ്റ സ്റ്റാഫുകൾക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അതേപോലെ തന്നെ നമ്മളെ ഇന്തോനേഷ്യയിൽ പോയപ്പോൾ ഇന്തോനേഷ്യയിൽ ബ്രേക്ക്ഫാസ്റ്റിന് 2-3 ദിവസം ഉപ്പുമാവ് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ദിവസം മറ്റൊരു അവിടെ അരിഭക്ഷണം ചോറാണ് രാവിലെ കൊണ്ടു തന്നിട്ടില്ല. അപ്പോൾ അത് വേണ്ട, എനിക്ക് ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ ചാറ്റ് ജിപിടിയുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അത് പിന്നെ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ ഞാനൊരു 15 വർഷം മുമ്പാണ് പോയിട്ടുള്ളത്. ഞാൻ 2 തവണ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ പോയപ്പോൾ എനിക്കന്ന് ഹിന്ദി അത്ര വശമില്ലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ പറഞ്ഞിങ്ങനെ ഒപ്പിക്കുക ചെയ്യാം. അപ്പോൾ പിന്നെ മുസ്ലിങ്ങള് ആദമിന്റെ കാൽപ്പാടാണെന്നും ബുദ്ധന്റെ കാൽപ്പാടാണെന്നും ശ്രീപാദം എന്ന പേരിൽ ബുദ്ധന്റെ കാൽപ്പാടാണെന്നും അറിയപ്പെടുന്ന ഒരു ആദം മല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയപ്പോഴാണ് പിന്നെ അവിടെ പോയി കുറെ സഞ്ചാരികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഇന്ത്യക്കാരെന്ന നില, അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അത്ര കണ്ട് വശമില്ല, പക്ഷെ അവർക്ക് ഹിന്ദി അറിയാം, അതേപോലെ തമിഴ് അറിയാം. അപ്പോ പിന്നെ മലയാളം അറിയില്ല. അപ്പോൾ ഈ ഹിന്ദി അറിയാത്ത ഇന്ത്യക്കാർ ഉണ്ടാകുമോ എന്നുള്ളത് അവർക്കൊരു അത്ഭുതമായിരുന്നു. അപ്പൊ നമ്മള് ഈ കേരളത്തില് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമാണ് മലയാളം. തമിഴിന് ദേശീയ ഇപ്പോ കിഴക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ തമിഴിന് കൂടുതൽ സ്വാധീനമുണ്ട്. 2200ഓളം വർഷം എങ്ങാണ്ടും പഴക്കമുള്ള ഒരു ഭാഷയാണ് തമിഴ്. തമിഴ് സംസാരിച്ച് ശ്രീലങ്കയിൽ 2ാം ഭാഷയാണ് തമിഴ്. അതേപോലെ മലേഷ്യയില്, സിംഗപ്പൂരില്, തായ്ലാന്റില്, ഇന്തോനേഷ്യയില് ഒക്കെ തന്നെ തമിഴ് സംസാരിക്കുന്ന ആളുകളെന്നല്ല, ആ തമിഴ് കമ്മ്യൂണിറ്റികൾ തന്നെയുണ്ട്. അവർ തമിഴന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല അവർ. പക്ഷെ ഇന്ത്യൻ വംശജരെല്ലാവരും തന്നെ തമിഴ് സംസാരിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ തമിഴിന് അത്ര പോലും സ്വാധീനമുണ്ട്. അതേസമയം മലയാളത്തിന് നമ്മുടെ കേരളത്തിലും അതേപോലെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും നമ്മളെ കർണാടകയുടെ ഈ ചെറിയൊരു പ്രദേശവും കഴിച്ചാൽ കൂടുതൽ പ്രദേശത്ത് മലയാളം സംസാരിക്കുന്ന കമ്മ്യൂണിറ്റികൾ ലോകത്തെവിടെയുമില്ല. ലോകത്ത് ജോലിക്ക് പോയ ആളുകൾ സംസാരിക്കാമെന്നല്ലാതെ വേൾഡിലെവിടെയും മലയാളം സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എവിടെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഈ ഭാഷയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യത്തിനെ ഞാൻ പിന്തുണക്കുന്ന ഒരാളാണ്. അതായത് അത് നമ്മൾ അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ എല്ലാവർക്കും ഒരു ഭാഷ എന്ന നയം. ഇപ്പൊ ഹിന്ദിയാണ് ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്നത്. അപ്പോ ഹിന്ദി സംസാരിക്കുന്ന പതുക്കെ ആയിട്ട് നമ്മുടെ ഭാഷ പതുക്കെ ഒഴിവാക്കാൻ അല്ല പറയുന്നത്. പക്ഷെ അതേസമയം എല്ലാവർക്കും ഒരേ ഭാഷ ഹിന്ദി പഠിക്കൽ നിർബന്ധമായി കഴിഞ്ഞാൽ, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ, നമ്മുടെ രാഷ്ട്രഭാഷ അറിയാത്ത ഒരാള് മറ്റേ പുറത്ത് പോയി കഴിഞ്ഞാലാണ് അതിന്റെ വിഷമം മനസ്സിലാവുക. നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ വ്യത്യാസമില്ല. നമ്മുടെ രാഷ്ട്രഭാഷ അറിയില്ലെങ്കിൽ പുറത്തുള്ള ആളുകളുടെ പരിഹാസത്തിന് പാത്രമാവേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കരിക്കുലത്തില് അക്കാഡമിക് എഡ്യൂക്കേഷനിൽ LKG തൊട്ട് ഏതാണ്ട് PG വരെ പഠിച്ച ഒരാൾക്ക് രാഷ്ട്രഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതേപോലെ ഇംഗ്ലീഷിൽ തന്നെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ അത്രയും 19 വർഷം പഠിച്ചിട്ട് ഒരു ഭാഷ പോലും പഠിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കരിക്കുലത്തിന്റെ രൂപകൽപ്പനയാണ് നമ്മുടെ ഇതുണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിസിനസ്സുകൾക്കും ഭാഷ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പരമ്പരാഗതമായുള്ള ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലെ സ്പൈസസ്. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയിട്ട് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അറബികളും എല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവര് പിന്നെ ഈ രാജ്യത്തെ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോകുക മാത്രമേ ചെയ്യുന്നു. പക്ഷെ ഉത്തരേന്ത്യയിൽ കൊണ്ടുപോയി നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒന്ന് വിൽക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഭാഷ സംസാരിക്കാൻ നമുക്കറിയില്ല, ഹിന്ദി അറിയാത്ത ആളുകളുണ്ട്. അതേപോലെ ഹിന്ദി മേഖലയിലുള്ള ഒരു
ആളുകൾക്ക് ഇവിടെ കേരളത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിലും അവർക്ക് ഹിന്ദി, ഇപ്പം നാട്ടിൽ മൊത്തം ഈ ഹിന്ദിക്കാരാണ്, എല്ലാ ഭാഗത്തും ഹിന്ദിക്കാരാണ്. പക്ഷെ അവരുമായി ഒരു വിഷയം സംസാരിക്കാൻ പെടുന്ന പാട് വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പോൾ പല മേഖലകളിലും അങ്ങനെ തന്നെയാണ്. ഹിന്ദിക്കാരുള്ള മേഖലകളിൽ തന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വല്ലാത്ത പാടുപെടുന്ന ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പിന്നെ ഹിന്ദി പഠിക്കൽ ഒരു നിർബന്ധ ഘടകമായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.